നമസ്കാരം. സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത ക്ലാസ് നോക്കുന്നത് ഈ വർഷം നടന്ന നിയമസഭാ ഇലക്ഷനെ കുറിച്ചുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ബേസ് ആയിട്ട് ആ ഇലക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ മാത്രം. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് ഓരോ പോയിന്റും നമുക്ക് ഡീപ്പായിട്ട് തന്നെ നമുക്ക് കണ്ടുപോകാവുന്നതാണ്. അപ്പം ഏറ്റവും ഒരു ഔട്ട്ലൈൻ എന്നുള്ള നിലയിൽ 16ാം കേരള നിയമസഭ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓർത്തിരിക്കുക, 16ാം കേരള നിയമസഭ ആണ് ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്നത്. അതിന്റെ കൂടെ ഓർത്തിരിക്കുക, 17ാമത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കേരളത്തിലെ 17ാമത്തെ തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 16ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ ഓർത്തിരിക്കണം. 17ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു, 16ാം കേരള നിയമസഭയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. കാരണം 1965 നടന്ന ഇലക്ഷൻ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ ആ ഒരു കാരണത്താൽ അത് പിരിച്ചുവിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 17ാമത്തെ തെരഞ്ഞെടുപ്പും 16ാമത്തെ കേരള നിയമസഭയുമായിട്ട് ആ ഒരു വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, നടന്ന ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2026 ഏപ്രിൽ 9 ഇലക്ഷൻ നടന്നത്. 17ാമത്തെ തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഇലക്ഷൻ നടന്നത് 2026 ഏപ്രിൽ 9 ഓർത്തിരിക്കുക. അതിന്റെ റിസൾട്ട് വന്നത് മെയ് 4, 2026 മെയ് 4 ഇലക്ഷൻ റിസൾട്ട് വന്നത്. നമ്മളെല്ലാവരും കണ്ടതാണ്. UDF 102 സീറ്റിൽ വിജയിച്ചു, LDF 35 സീറ്റിൽ വിജയിച്ചു, കേരളത്തിൽ NDA 3 സീറ്റുകളിൽ വിജയിച്ചു. ഓർത്തിരിക്കണം, UDF 102, LDF 35, NDA 3. അതിൽ തന്നെ 63 സീറ്റ് നേടി കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറിയത് എന്നുകൂടി ഓർത്തിരിക്കുക. കോൺഗ്രസിന് ലഭിച്ച സീറ്റ്, ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന് ലഭിച്ച സീറ്റ് 63 സീറ്റാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ VD സതീശന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത ആ മന്ത്രിസഭയില് അത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഡേറ്റ് ഓർത്തിരിക്കുക, മെയ് 18 ഓർത്തിരിക്കുക. അപ്പോൾ ഇലക്ഷൻ നടന്നത് ഏപ്രിൽ 9, റിസൾട്ട് വന്നത് മെയ് 4, സത്യപ്രതിജ്ഞ നടക്കുന്നത് മെയ് 18 ഓർത്തിരിക്കുക. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. മെയ് 18 16ാം കേരള നിയമസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ ബഹുമാനപ്പെട്ട VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു, ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് പറഞ്ഞു പോകുന്നത്. എല്ലാ പോയിന്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർത്തിരിക്കുക, പോളിംഗ് ശതമാനം എത്രയാണെന്ന് ഓർത്തിരിക്കുക. 79.63% പോളിംഗ് ആണ് 17ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പില് 17ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പില് രേഖപ്പെടുത്തിയത്. 79.63% ഓർത്തിരിക്കുക പോളിംഗ് ശതമാനം. ഓക്കെ, ഇനി ഭൂരിപക്ഷത്തിന്റെ ഔട്ട്ലൈൻ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി PK കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി C രവീന്ദ്രനാഥ് ആണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീ C രവീന്ദ്രനാഥ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അവരുടെ ഭൂരിപക്ഷം, അവരുടെ മണ്ഡലം, ഈ പറയുന്ന ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് C രവീന്ദ്രനാഥ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഈ പറയുന്ന 16ാം കേരള നിയമസഭയിലെ ചീഫ് വിപ്പ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പു ജോൺ ജോസഫ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പു ജോൺ ജോസഫ് ആണെന്ന് ഓർത്തിരിക്കുക. ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. പ്രോടൈം സ്പീക്കർ ആരാണെന്ന് ഓർത്തിരിക്കുക? G സുധാകരൻ ആണെന്ന് ഓർത്തിരിക്കുക. പ്രോടൈം സ്പീക്കർ G സുധാകരൻ. സ്പീക്കർ ആരാണെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കോട്ടയത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ പദവിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ ആണെന്ന് ഓർത്തിരിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ആണെന്ന് ഓർത്തിരിക്കുക. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? VD സതീശനാണെന്ന് ഓർത്തിരിക്കുക. അതിലും ചെറിയൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ ഒരു വ്യത്യാസം നമുക്ക് ഓർത്തിരിക്കണം. 13ാമത്തെ വ്യക്തിയാണ് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് VD സതീശൻ. എന്നാൽ 24ാമത്തെ, കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. 24ാമത്തെ മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തിയുമാണ് ആര്? VD സതീശൻ. പ്രതിപക്ഷം ഏതാ നമുക്കറിയാം, ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് എന്ന് നമുക്കറിയാം. ഇപ്പോ പറഞ്ഞ പോയിന്റുകള് നമ്മുടെ 16ാമത്തെ കേരള നിയമസഭ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 17ാമത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്
അറിഞ്ഞിരിക്കേണ്ട ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത പാർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുകൾ വരുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പോയിന്റുകൾ കണ്ടുപോകാം. ഒന്നുകൂടെ ഒന്ന് നോക്കുക. 16ാമത്തെ കേരള നിയമസഭയാണ്, 17ാമത്തെ തെരഞ്ഞെടുപ്പാണെന്ന് ഓർത്തിരിക്കുക. ഏപ്രിൽ 9 ഇലക്ഷൻ നടക്കുന്നു, മെയ് 4 റിസൾട്ട് വരുന്നു, മെയ് 18 സത്യപ്രതിജ്ഞ നടക്കുന്നു. 79.63% പോളിംഗ് ശതമാനം. UDF 102 സീറ്റ്, LDF 35 സീറ്റ്, NDA 3 സീറ്റ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരാണ്? കോൺഗ്രസ് ആയിരുന്നു ഓർത്തിരിക്കുക, 63 സീറ്റ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷം BK കുഞ്ഞാലിക്കുട്ടിക്കാണ്, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം C രവീന്ദ്രനാഥിനാണ്. ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ്, പ്രോട്ടൈം സ്പീക്കർ G സുധാകരൻ, സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. നമ്മുടെ CM അറിയാം, VD സതീശനാണ്. 13ാമത്തെ വ്യക്തിയും 24ാമത്തെ മുഖ്യമന്ത്രിയുമാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക്